നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിനെ ഏറ്റെടുക്കാൻ പറ്റിയ കേസ്. വെൽക്കം ടു മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. അല്ല, മുകുന്ദൻ ഉണ്ണിയുടെ പിൻഗാമി, മുൻഗാമി. റിപ്ലി. സ്റ്റീവൻ സൈലിയൻ സംവിധാനം ചെയ്ത ആൻഡ്രൂ സ്കോട്ട് ടൈറ്റിൽ കഥാപാത്രമായി വന്ന സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ്. ഇന്ന് റിപ്ലിയെ കുറിച്ച്. ടോം റിപ്ലിയെ ഗ്രീൻ ലീഫ് എന്ന ധനികൻ അമേരിക്കയിൽ നിന്ന് ഇറ്റലിയിലേക്ക് അയക്കുന്നു. പുള്ളിയുടെ നാടോടിയായ മകൻ റിച്ചാർഡ് ഗ്രീൻ ലീഫിനെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു റിപ്ലിയുടെ ദൗത്യം. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സീരീസ് പറയുന്നത്. 1955 പട്രീഷ്യ ഹൈസ്മിത്ത് എഴുതിയ ദ ടാലന്റഡ് മിസ്റ്റർ റിപ്ലി എന്ന ക്രൈം നോവലിനെ ആസ്പദമാക്കിയാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. 1999 ഇതേ പേരിൽ ഈ നോവല് സിനിമയായിട്ടുമുണ്ട്. പക്ഷെ ഞാൻ ആ പടം കണ്ടിട്ടില്ല. സിനിമയിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് സീരീസ് ഒരുക്കിയിട്ടുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ് ക്യാരക്ടർ ഡ്രിവൺ സ്ക്രിപ്റ്റ് ആണ് റിപ്ലിയുടേത്. വളരെ സ്ലോ പേസിലാണ് ഈ സീരീസ് മുമ്പോട്ട് നീങ്ങുന്നത്. പക്ഷേ ആദ്യം മുതൽ തന്നെ നടക്കാൻ പോകുന്നത് എന്തോ അത്ര ശരിയല്ല എന്ന ഒരു ഫീല് നമുക്ക് നൽകുന്നുണ്ട്. മൂന്നാമത്തെ എപ്പിസോഡിൽ ഒരു അന്യായ സംഭവമുണ്ട്. ഇജ്ജാതി എന്ന് പറഞ്ഞ ഇജ്ജാതി. ഒരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് തോന്നിപ്പോകും. എനിക്കിത് കണ്ടപ്പോൾ പലപ്പോഴും നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിലെ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടറിന് ഓർമ്മ വന്നു. അതുപോലെ കട്ട ഡാർക്ക് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള നായകൻ. കഴിഞ്ഞ വർഷം സോൾട്ട് ബേൺ എന്നൊരു സിനിമയും വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിക് പ്ലോട്ടും ഏകദേശം ഇത് തന്നെയാണെന്ന് പറയാം. സത്യത്തിൽ ഇതിലെ നായകനല്ല, പ്രതിനായകൻ ആണെങ്കിലും എങ്ങനെയോ നമ്മളും പുള്ളിയുടെ സൈഡിൽ ചില സമയത്തൊക്കെ നിന്നു പോകും. അയാളൊരു വളരെ കൊടും ക്രിമിനൽ ആണ്. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് നമ്മൾ പുള്ളി പിടിക്കപ്പെടരുതേ എന്ന് ആഗ്രഹിച്ചു പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കണ്ടവരാർക്കെങ്കിലും ഇങ്ങനെ തോന്നിയോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി നമ്മളും സൈക്കോകളായതുകൊണ്ടാണോ? ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൽ പോസിറ്റീവായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ ഇതിലെ ഫ്രെഡി മൈൽസ് എന്ന് പറഞ്ഞൊരു ഗ്രീൻഫീൽഡിന് കൂട്ടുകാരൻ ഒരാളുണ്ട്. ആ ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഭയങ്കര ജഡ്ജ്മെന്റിലാണ് പുള്ളി, കൊള്ളപ്പന്നി. അതുപോലെ അവസാനം വരെയൊക്കെ മസിൽ പിടിച്ചിരുന്നിട്ട് ഇതിലെ നായിക മാർജ് ലാസ്റ്റ് ടോം കാശുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ തകിടം പറഞ്ഞ് ടോമി എന്നൊക്കെ വിളിച്ച് സ്വഭാവം ഒന്നും മാറിയത് കണ്ടപ്പോൾ ആ മാർജ് എന്ന ക്യാരക്ടറിനോട് വളരെ പുച്ഛം തോന്നി. ബട്ട് അതാണ് ഈ സമൂഹം. കാശുണ്ടെങ്കിൽ യേശു. ഇനി പെർഫോമൻസ്. ഗംഭീര എന്ന് പറഞ്ഞാൽ ഗംഭീര പെർഫോമൻസ് ആണ് റിപ്ലിയുടെ കരുത്ത്. ടോം റിപ്ലി ആയിട്ട് വന്ന ആൻഡ്രൂ സ്കോട്ട് ജീവിക്കുകയായിരുന്നു തന്നെ പറയാം. എൻ്റെ മോനെ എന്നെ ഒരു ആക്ടിങ് ആണ്. ശരിക്കും ആ ക്യാരക്ടറുടെ കൂടെ നമ്മളിങ്ങനെ ഒഴുകി പോവുകയാണെന്ന് തോന്നുന്ന പോലെ ഭയങ്കര കൺവിൻസിങ്ങും അതുപോലെ നമ്മളെ കൂടി കുറെ വൾണറബിൾ ആക്കുന്ന വിധത്തിലുമാണ് ആ ക്യാരക്ടർ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ആ എഴുത്തിൻ്റെയും ഗുണമാണ് കേട്ടോ. റിച്ചാർഡ് ആയിട്ട് വന്ന ജോണി ഫ്ലിൻ, മാർജ് ആയിട്ട് വന്ന ഡക്കോട്ട ഫാനിങ് എല്ലാവരും മികച്ച പെർഫോമൻസ് ആണ്. ഈ സീരീസ് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കേട്ടോ. നമ്മുടെ ഭ്രമയുഗം പോലെ കിടു DOP ആണ്, ഒന്നും പറയാനില്ല. ഓരോ ഫ്രെയിമും ഇങ്ങനെ കവിത പോലെയാണ്, അല്ലെങ്കിൽ ഒരു പെയിന്റിങ് പോലെയാണെന്ന് പറയാം. കളർ കൂടിയായിരുന്നെങ്കിൽ പക്ഷേ ഈ ഒരു കറുപ്പ് വെള്ള ദൃശ്യങ്ങളുടെ ഭംഗിയും അപാരമാണ് കേട്ടോ. ഒരുപക്ഷെ പീരിയഡ് ഡ്രാമ ആയതുകൊണ്ട് ചില ആർട്ട് ഡിസൈനൊക്കെ അൺറിയൽ ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ആകാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റിയത്. പക്ഷേ ഞാൻ ഇവിടെ വായിച്ചായിരുന്നു, ഡയറക്ടർ പറഞ്ഞത് പുള്ളി പുസ്തകം വായിച്ചപ്പോൾ അതിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ടായിരുന്നു. സോ അതിൽ നിന്നാണ് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സീരീസ് ഒരുക്കാൻ പ്രചോദനമായതെന്നാണ്. എനിവേ, എസ്തെറ്റിക്കലി അപ്പീലിംഗ്. അത് പറയുമ്പോഴാണ് പ്രൊഡക്ഷൻ ഡിസൈൻ കിടുവാണ്. 1960 കാലഘട്ടമാണ് കാണിക്കുന്നത്. ആ ഒരു കാലമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ കാലത്തെ കെട്ടിടങ്ങൾ, ബസ്, മറ്റു വാഹനങ്ങൾ, ഡ്രസ്സ്, അങ്ങനെ എല്ലാം. ഒരു ഫ്രിഡ്ജൊക്കെ മെയിൻ ക്യാരക്ടറാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പൂച്ച, ഒരു ഇലവേറ്റർ, അങ്ങനെ ബസ്സിലിരുന്ന് മലയോരത്തു കൂടിയുള്ള ഒരു യാത്ര ഉള്ള ഒരു സീനൊക്കെ ഉണ്ട്. മോനെ പൊളിയാണ്. അതുപോലെ തന്നെ രാത്രിയിൽ 2-3 മരങ്ങൾക്കിടയിൽ ഒരു റോഡ്, അവിടെ ഒരു കാറ് കിടക്കുന്നു. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. സൂപ്പർ വിഷ്വൽസ് ആണ്. വളരെ ക്ലാസ് ആയിട്ടുള്ള പശ്ചാത്തല സംഗീതവും എടുത്തു പറയണം. ജെഫ് റുസോയാണ് ഇതിൻ്റെ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ലിമിറ്റഡ് സീരീസ് ആണ് കേട്ടോ. അതായത് ഇതിന് അടുത്തൊരു സീസൺ ഉണ്ടാവില്ല എന്നതാണ്. പക്ഷേ ഇത് വേണമെങ്കിൽ അടുത്ത സീസണുകൾ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത്. സ്റ്റിൽ ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്ന് ഞാൻ പറയും. വളരെ സ്ലോ ബേൺ ആണ്. സോ സ്ലോ ബേൺ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക്, കുറച്ച് ഓവർ സ്ലോ ആയിട്ടുള്ള കഥകൾ ഇഷ്ടമാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ചിലർക്ക് എന്തുവാടെ ഉറക്ക ഗുളികയാണോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു സീരീസാണ് കേട്ടോ. ഇതൊക്കെ ക്ലാസ് ആണ്. സോ ഞാനിതിന് 4.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകും. എൻ്റെ അഭിപ്രായമായിരിക്കണമെന്നില്ല നിങ്ങൾക്ക്. 50 മുതൽ 60-70 മിനിറ്റ് വരെയുള്ള 8 എപ്പിസോഡുകളാണ് സീരീസിലുള്ളത്. ഇംഗ്ലീഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. ഒത്തിരി ഇറ്റാലിയൻ ഡയലോഗ്സും സീരീസിൽ വരുന്നുണ്ട്. ഇതിന്റെ ഹിന്ദി ഡബ്ഡ് വേർഷനും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിൽ അടുത്ത കാലത്ത് വന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ആണ് റിപ്ലൈ.